സ്ത്രീകൾ മോദിജിക്ക് ഒപ്പമാണോ? ലോകത്തെവിടെ നോക്കിയാലും ജനസംഖ്യയുടെ 50% മുകളിൽ സ്ത്രീകളാണ്. ഇന്ത്യയിൽ സൺ പ്രിഫറൻസ്, അതായത് ആൺമക്കളോടുള്ള സ്നേഹം കൂടുതലായതുകൊണ്ട് ആൺമക്കൾ കർമ്മം നിർവഹിച്ചെങ്കിലേ സ്വർഗം പ്രാപിക്കൂ എന്നുള്ള ഒരു പഠിപ്പിക്കലാണ് ഹിന്ദുമതം ഇന്ത്യൻ ജനതയെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സൺ പ്രിഫറൻസ് ഉണ്ടാകുന്നത്. ആ കാരണം കൊണ്ട് മാത്രം ഇന്ത്യയിലെ ജനസംഖ്യയുടെ 52% പുരുഷന്മാരും 48% സ്ത്രീകളുമാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം തന്നെ സ്ത്രീകൾ രണ്ടാന്തരം പൗരന്മാരാണ്. കാരണം അവർ കർമ്മം ചെയ്താൽ അവരുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടുകയില്ല എന്ന ധാരണ നിലവിലിരിക്കുന്ന ഒരു ഒരു വിശ്വാസ ക്രമമാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഇന്ത്യയിലാണ് സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു, ഞാൻ നിങ്ങൾക്കൊപ്പമാണ്, നിങ്ങൾ എന്നോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോദിജിയുടെ കേരളത്തിലേക്കുള്ള വരവും അവിടെ ഒരു വനിതാ സമ്മേളനം ഒരുക്കിയതും. ആ വനിതാ സമ്മേളനത്തിൽ 1,00,000 പേർ പങ്കെടുക്കട്ടെ, 2,00,000 പേർ പങ്കെടുക്കട്ടെ. കേരളത്തിൻ്റെ പോപ്പുലേഷൻ എത്രയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 3,54,00,000 കേരളത്തിൻ്റെ പോപ്പുലേഷൻ എങ്കിൽ അതിൽ 52% സ്ത്രീകളാണ്, 48% പുരുഷന്മാരുള്ളൂ. അപ്പോൾ ഈ 52% സ്ത്രീകളും പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ പോലും ബഹുമാനപ്പെട്ട മോദിജി സ്ത്രീകളോടൊപ്പമാണ് എന്ന് സമ്മതിച്ചു തരാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മളൊന്ന് നോക്കണം. 1998 വനിതാ സംവരണ ബിൽ ആദ്യമായി പാർലമെൻറ്റിൽ വരുന്നത്. ആ പാർലമെൻറ്റിൽ വനിതാ സംവരണ ബിൽ കൊണ്ടുവന്ന കോൺഗ്രസിൻ്റെ തന്നെ സഖ്യകക്ഷികളും പ്രതിപക്ഷവും ചേർന്ന് അതിനെ ചെറുത്ത് തോൽപ്പിച്ചു. അപ്രാവശ്യം അത് പാസ്സായില്ല. പിന്നെ വീണ്ടും ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തും രണ്ടാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തും പലവട്ടം ഈ ബില്ല് ലോകസഭയിൽ കൊണ്ടുവന്നെങ്കിലും അവിടെയൊന്നും കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ആ ബില്ല് പരാജയപ്പെട്ടു. കാരണം കോൺഗ്രസ്സിനോടൊപ്പം ഉണ്ടായിരുന്ന സഖ്യകക്ഷികൾക്കും ഈ വനിതകളെ 33% സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള ലോകസഭയിലും രാജ്യസഭയിലുമൊക്കെ സംവരണം കൊടുക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അവസാനം രണ്ടാം UPA ഗവൺമെൻറ് പിരിയുന്നതിന് മുൻപ്, അവരുടെ കാലം കഴിയുന്നതിന് മുൻപ് രാജ്യസഭയിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന സമയത്ത് രാജ്യസഭ ആ സംവരണ ബില്ല് പാസ്സാക്കി. അപ്പോഴും ലോകസഭ പാസ്സാക്കിയിരുന്നില്ല. ഇനി അത് കഴിഞ്ഞ് 2014 നരേന്ദ്രമോദി ഗവൺമെൻറ് ഭരണത്തിൽ വരുന്നു. ആദ്യ ഭരണത്തിൽ തന്നെ ലോകസഭയിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം, അതായത് സഖ്യകക്ഷികളുടെ ഒന്നും സഹായം തേടാതെ തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ രാജ്യസഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലോകസഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി, സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഓർമ്മിക്കുക, 1998 മുതൽ പാർലമെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളിക്കപ്പെട്ട ആ ബില്ല് 2014 ഭരണത്തിൽ വന്നപ്പോൾ ആദ്യ പാർലമെൻറ്റ് സെഷനിൽ തന്നെ പാസ്സാക്കുമായിരുന്നു. സ്ത്രീകളെ ചേർത്ത് പിടിക്കാൻ താല്പര്യമുള്ള ഒരു പ്രധാനമന്ത്രിയും ഒരു BJP ഗവൺമെൻറ്റും ആയിരുന്നെങ്കിൽ. അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ ആ ബില്ല് 5 വർഷം കടന്നു പോയിട്ടും ആ ബില്ലിനെ പറ്റി ഒരു ചർച്ച നടത്തുകയോ അത് പാസ്സാക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. ഇനി രണ്ടാം മോദി ഗവൺമെൻറ് ഭരണത്തിൽ വന്നു. രണ്ടാം മോദി ഗവൺമെൻറ് ഭരണത്തിൽ വന്നപ്പോഴെങ്കിലും ആദ്യ വർഷം തന്നെ ആ ബില്ല് പാസ്സാക്കി അതൊരു നിയമമാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 2024 ലോകസഭാ ഇലക്ഷനിൽ സ്ത്രീകൾക്ക് 33% സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാമായിരുന്നു. അവർക്ക് ആ സ്ഥാനങ്ങൾ കൈയടക്കാമായിരുന്നു. പക്ഷേ അതിനുള്ള അവസരം മോദി ഗവൺമെൻറ് ഉണ്ടാക്കിയില്ല. അവസാനം ഇലക്ഷൻ തുറുപ്പ് ചീട്ടായിട്ട് 2023 അതായത് ഏതാനും മാസങ്ങളെ 2024 അടുത്ത ലോകസഭാ ഇലക്ഷനിലേക്കുള്ളൂ എന്ന് ഉറപ്പാക്കിക്കൊണ്ട്
അതിനു മുമ്പായിട്ട് ഇത് നിയമമാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട്, അതായത് 2029 വരെ ഇതിട്ട് തട്ടാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ 2023 ഒരു പാർലമെൻറ്റ് സെഷനിൽ അതും എങ്ങനെയാണ്, യാതൊരു ചർച്ചയുമില്ലാതെ, കാരണം അപ്പോഴും ബഹുഭൂരിപക്ഷം MP-മാരും ലോകസഭയ്ക്ക് പുറത്താക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഈ ലോകസഭയിലേക്കുള്ള ഈ ബില്ലും പാസ്സാക്കിയെടുക്കുന്നത്. അങ്ങനെ ബില്ല് പാസ്സാക്കി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വനിതകൾക്കൊപ്പമാണ് എന്ന് ഒരു കാരണവശാലും പറയാൻ ഒക്കുകയില്ല. കാരണം എന്താണ്? വനിതകൾക്കൊപ്പമായിരുന്നെങ്കിൽ 2014 ഈ ബില്ല് പാസ്സാക്കുമായിരുന്നു. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്ന യുക്തിയാണ് ഞാനിപ്പോൾ പറഞ്ഞതിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹം വനിതകളോടൊപ്പമല്ല. അതായത് 29 ആകുമ്പോഴത്തേക്കും അത് നിയമമാകൂ എന്ന് പാർലമെൻറ്റിൽ തന്നെ ചർച്ചയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 2029 എന്ന് പറഞ്ഞ് ഏത് വർഷമാണെന്ന് നമ്മൾ ഓർക്കണം? 2024 ലോക്സഭാ ഇലക്ഷൻ തീരാൻ പോകുന്ന വർഷം. അതായത് ഇനി അടുത്തതല്ല, അതിനടുത്ത ഇലക്ഷന് ഒരു പക്ഷേ സ്ത്രീകൾക്ക് ആ സംവരണാവകാശം ഉപയോഗപ്പെടുത്താൻ പറ്റിയേക്കാം, ഏത് ഗവൺമെൻറ്റാണ് ഭരണത്തിൽ വരുന്നത് എങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട്, അതായത് സംവരണ ബില്ല് പാസ്സാക്കി എന്ന കാരണം കൊണ്ട് സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നു എന്നതിനെ ഞാൻ നിരാകരിച്ചു തള്ളുന്നു. അങ്ങനെ മോദി സ്ത്രീപക്ഷക്കാരനായിരുന്നുവെങ്കിൽ സൽമാൻ റുഷ്ദി പറഞ്ഞ വാക്കുകൾ നാം കേൾക്കേണ്ടതാണ് ഒരിക്കൽ കൂടി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്ത്യയിൽ ഒരു സ്ത്രീയായി, ഒരു ദളിതായി, ഒരു മുസ്ലിമായി ജനിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു പശുവായി ജനിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ, അതായത് സൽമാൻ റുഷ്ദി ഇന്ത്യക്കാരനായ വലിയ ലോകം ആദരിക്കുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇന്ത്യയിൽ ഒരു സ്ത്രീയായി, അദ്ദേഹം എന്ന് പറഞ്ഞ വാക്കുകളാണെന്നും കൂടി പറയണം. നരേന്ദ്രമോദി ഗവൺമെൻറ് ഭരണത്തിൽ വന്നു കഴിഞ്ഞ് പശുക്കളെ ആദരിക്കുകയും പശുക്കളെ കശാപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നവരെ മൃഗീയമായി കൊല്ലപ്പെടുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ആണ് അദ്ദേഹം ഇത്തരമൊരു മൊഴിയേണ്ടി വന്നത്. എന്താണ് ആ മൊഴി? ഒരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ത്യയിൽ ഒരു സ്ത്രീയായി, ഒരു ദളിതായി, ഒരു മുസ്ലിമായി ജനിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു പശുവായി ജനിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നു. ഇത് ഒരു മികച്ച ഉദാഹരണം എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ. ഇനി അടുത്ത ഒരു ഉദാഹരണം പറയാം. ഇദ്ദേഹം ഇപ്പോഴും വിഭാര്യനല്ല, സഭാര്യനാണ്. അദ്ദേഹം വിവാഹം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹം ആദ്യ പ്രാവശ്യം തന്നെ പ്രധാനമന്ത്രിയായി വന്ന ഘട്ടത്തിൽ മീഡിയകൾ കണ്ടെടുക്കുകയും ഒന്ന് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളെയൊക്കെ. അപ്പോൾ അതായത് അദ്ദേഹം താലി ചാർത്തി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താലി ചാർത്തുകയും സിന്ദൂരം അണിയിക്കുകയും ചെയ്ത ആ സ്ത്രീയെ, അത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹവും ഒന്നിച്ച് ജീവിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷേ ഇപ്പോഴും അവർ അദ്ദേഹത്തെ ഭർത്താവായി തന്നെ ആദരിക്കുന്ന സ്ത്രീയാണ്. അങ്ങനെ താൻ താലി ചാർത്തി, താൻ സിന്ദൂരം ചാർത്തിയ സ്ത്രീയെ ഒരിക്കലെങ്കിലും ഈ ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുൻപിൽ സ്ത്രീകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പുരുഷനാണെങ്കിൽ തീർച്ചയായും ഈ ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുൻപിൽ അദ്ദേഹം അവരെ ഒരു പ്രാവശ്യമെങ്കിലും, ഈ ബന്ധം എനിക്ക് അവരുമായിട്ട്, ഞാനും അവരും ഭാര്യ ഭർത്താക്കന്മാരാണ്, അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, താലി ചാർത്ത് സിന്ദൂരം അണിയിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അവരിപ്പോഴും അങ്ങനെ തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ്. വേറെ ആരെയും കല്യാണം കഴിക്കാതെ അവർ കന്യകയായി തന്നെ ജീവിക്കുന്നു എന്നുള്ളതും വലിയ മെറിറ്റാണ് അവരുടെ. ആ സ്ത്രീയെ എപ്പോഴെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ ഈ നരേന്ദ്രമോദിജി? ഇല്ല. അപ്പോൾ അദ്ദേഹം സവർക്കറുടെ ശിഷ്യനാണ്. സവർക്കറുടെ ശിഷ്യനായി തന്നെ അദ്ദേഹം സന്യാസത്തിലേക്ക് പോയിരിക്കാം. പക്ഷേ സന്യാസത്തിലേക്ക് പോയി സന്യാസിയാണ് എന്ന് മനസ്സുകൊണ്ട് ഒരിക്കലും അദ്ദേഹം അംഗീകരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. മനസ്സുകൊണ്ട് സന്യാസിയായ ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലേ എനിക്ക് തൃപ്തി വരൂ എന്ന രീതിയിലുള്ള ഈ മുന്നേറ്റം ഒരു കാരണവശാലും സംഭവിക്കുകയില്ലായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കാരണം, അദ്ദേഹം വിഭാര്യനല്ല, വിവാഹം ചെയ്തവനായിരുന്നു. പക്ഷേ അത് സമൂഹം അംഗീകരിക്കാൻ ഒരിക്കലും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സ്ത്രീ വിരോധിയാണെന്നോ അതുമല്ലെങ്കിൽ വനിതകളെ ചേർത്ത് നിർത്തുന്ന ഒരു മനുഷ്യനല്ലെന്നോ തന്നെ വേണം. അതായത് ഈ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരു സ്ത്രീയുടെ
അതായത് മനുസ്മൃതി പറയുന്നത് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ്. ശരി തന്നെ. പക്ഷേ എങ്കിൽ പോലും അത് ആ മനുസ്മൃതി അനുസരിച്ചല്ല ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും മുന്നേറുന്നത്. പരസ്പരം ബഹുമാനിച്ചുകൊണ്ടാണ്. ആ ബഹുമാനം അദ്ദേഹം തൻ്റെ പ്രതിപക്ഷത്തോട്, തൻ്റെ ഭാര്യയായി ഒരിക്കൽ വന്ന സ്ത്രീയോട് കാണിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നില്ല എന്ന് വ്യാഖ്യാനിക്കാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ അടുത്ത നാളിൽ പാർലമെൻറ്റിൽ കണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് സാക്ഷി മാലിക്കിൻ്റെ അവസ്ഥ. ഇന്ത്യയുടെ മാനം കാത്ത്, അതായത് ഗുസ്തിയിൽ വലിയ മെഡലുകൾ കൊണ്ടുവന്ന് ഇന്ത്യയുടെ മാനം കാത്ത സാക്ഷി മാലിക് പൊതുജനസമക്ഷം പറഞ്ഞു, എൻ്റെ മാനം കെടുത്തി ഈ ഗുസ്തി ഫെഡറേഷനിലെ ചിലരെന്ന്, അവർക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന്. ഒരാക്ഷനും എടുത്തില്ല. അവർ സമരത്തിൽ പോയി, ഒരാക്ഷനും എടുത്തില്ല. അവസാനം എന്താണ് സംഭവിച്ചത്? അവർ ആ സമരത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ആ മെഡലുകളെല്ലാം എടുത്ത് റോഡിൽ വച്ചു. ഞങ്ങൾക്ക് ഈ മെഡലുകൾ വേണ്ട എന്ന് പറഞ്ഞ് ആ ഫെഡറേഷനിൽ സാക്ഷി മാലിക് അടക്കമുള്ളവർ ആ മെഡലുകൾ തിരിച്ചു നൽകി. എന്നിട്ടും അവർക്ക് നീതി ഉറപ്പാക്കിയില്ല. അങ്ങനെ നീതി ഉറപ്പാക്കാത്ത ഒരു പ്രധാനമന്ത്രി, അതായത് വെറും സാധാരണക്കാരോടല്ല, ഇന്ത്യയുടെ മാനം ലോകസമക്ഷം ഉയർത്തിപ്പിടിച്ച് അവാർഡുകളുമായിട്ട് തിരിച്ചു വന്ന സാക്ഷി മാലിക്കിനെ പോലുള്ളവർക്ക് നൽകാത്ത നീതി ഒരു സാധാരണ സ്ത്രീക്ക് നൽകും എന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗുസ്തി ഫെഡറേഷനിലെ വനിതകൾക്ക് കിട്ടിയ ആ അനീതി കൊണ്ട് തന്നെ നമുക്കറിയാം അദ്ദേഹം സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്നത് വെറും അഭിനയം മാത്രമാണെന്ന്. അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇപ്പോൾ G20 അദ്ദേഹം G20 വളരെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര രംഗത്തും അദ്ദേഹത്തിൻ്റെ മുഖച്ഛായ വളരെ നല്ലതാണ്. അതെങ്ങനെയാണ് നല്ല മുഖച്ഛായ? അത് ഇന്ത്യക്കകത്ത് അതുപോലെ ഒരു മുഖച്ഛായ സൃഷ്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാനമന്ത്രി എങ്ങനെയാണ് ഇന്ത്യക്ക് പുറത്ത് ഒരു നല്ല പ്രതിച്ഛായ എടുക്കുന്നത്? അതിന് അദ്ദേഹം പല ടാറ്റിക്സും ഉപയോഗിക്കുന്നുണ്ട്. അതായത് വസ്തുനിഷ്ഠമായ കണക്കുകൾ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ കണക്കാകട്ടെ, അതുപോലെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ കൊണ്ടുവരുന്ന കണക്കുകളാകട്ടെ, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, അത് ആഗോളതലത്തിലുള്ള കണക്കാണ്. അതുപോലെ ആഗോള NGO കൊണ്ടുവരുന്ന കണക്കുമാകട്ടെ, ആ കണക്കുകളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വന്തം കണക്കുകൾ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ സ്വന്തം കണക്കുകൾ സൃഷ്ടിക്കുന്ന അദ്ദേഹത്തിന് മുഖം മിനുക്കുക, എലക്ഷൻ ജയിക്കുക എന്നതിലുപരി ഇവിടുത്തെ സ്ത്രീകളോടോ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ജനതയോടോ കൂറുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് അന്താരാഷ്ട്ര രംഗത്ത് ഷൈൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നു? അതിന് ഒറ്റ ഉത്തരമേ എനിക്ക് കാണാനുള്ളൂ. ജയ്ശങ്കർ എന്ന അതിസമർത്ഥനായ ഒരു വിദേശകാര്യമന്ത്രി. അദ്ദേഹം പണ്ട് ഇന്ത്യൻ ഫോറിൻ സർവീസിലെ പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ പ്രാഗൽഭ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് BJP അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് എടുക്കുന്നത്. ആ മന്ത്രിസ്ഥാനത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹം IFS ഉദ്യോഗസ്ഥനായി ഇരുന്ന കാലത്ത് നേടിയ അറിവ് മുഴുവനും ഇന്ത്യയുടെ ഇമേജ്, വിദേശ രാജ്യങ്ങളുടെ മുൻപിൽ ഇന്ത്യയുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി, നല്ല സൗഹൃദങ്ങൾ പടുത്തുയർത്താൻ വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. ആ പ്രയോജനപ്പെടുത്തൽ അദ്ദേഹം നേരിട്ടല്ലല്ലോ, അദ്ദേഹം പ്രധാനമന്ത്രി വഴിയായിട്ടാണ്. പ്രധാനമന്ത്രിയെ ലോകത്തിന് മുൻപിൽ ഒരുക്കുന്ന ഒരു സമർത്ഥനായ പ്രധാനമന്ത്രിയായിട്ട് ഒരുക്കി കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിദേശ നയങ്ങളിൽ ജയ്ശങ്കറിൻ്റെ ബുദ്ധി കലരുന്നു. ജയ്ശങ്കറിൻ്റെ സ്റ്റേറ്റ്സ് ക്രാഫ്റ്റ്, രാഷ്ട്രീയ തന്ത്രജ്ഞത, അതും അതിനകത്ത് ഒളിച്ചേരുന്നു. അങ്ങനെയാണ് പ്രധാനമന്ത്രി ലോകത്തിന് മുൻപിൽ നല്ല മുഖച്ഛായ കാണിക്കുന്നത്. പക്ഷേ ഇന്ത്യക്കകത്ത് അദ്ദേഹം എടുക്കുന്ന പല നയങ്ങളും ഒരു തരത്തിലും ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന തരത്തിലുള്ളതല്ല എന്നതിന് നിരവധി തെളിവുകളുണ്ട്. അത്തരം തെളിവുകളുമായി ഞാൻ തീർച്ചയായും നിങ്ങളോട് സംവദിക്കുന്നതാകുന്നു ഒട്ടും വൈകാതെ.